ഇതാരാ? അമ്മൂമ്മ, ഇത് അരുണങ്കിളാ. നല്ല അങ്കിളാ. ഞാനും അമ്മയും കൂടെ ഈ അങ്കിളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ അരുൺ. ഞാൻ ഇവിടുത്തെ അശ്വതിയെ കാണാനാ വന്നത്. പറയേണ്ടതൊക്കെ ഞാൻ അശ്വതിയോട് പറഞ്ഞോളാം. അശ്വതി ഇവിടെ ഇല്ല. ഞാൻ അവളുടെ അമ്മയാ. പറയേണ്ടത് എന്താന്ന് വെച്ചാ എന്നോട് പറഞ്ഞാ മതി. എനിക്ക് അശ്വതിയെ നേരിട്ടുണ്ട് പറയേണ്ട കാര്യമാണ്. കുറച്ച് സീരിയസാ. സീരിയസ് ആണെങ്കിൽ തീർച്ചയായിട്ടും പറയണം. അവളൊരു ബന്ധുവിന്റെ വീട്ടില. 2 ദിവസം കഴിഞ്ഞേ വരും. എന്നാ ശരി, ഞാൻ പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് വരാം. പറയേണ്ട കാര്യം പറയൂ. എന്തോ സീരിയസ് കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പോയാ എനിക്കൊരു സമാധാനം കിട്ടുമോ? എന്നോട് പറയൂ, ഞാൻ അശ്വതി വരുമ്പോ പറയാം. അമ്മ മോളോട് പറയണം ഞങ്ങളുടെ കുടുംബം തകർക്കരുതെന്ന്. എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്റെ മോളുടെ ജീവിതം ഒരാള് തകർത്തു. അല്ലാതെ എന്റെ മോൾ ആരുടെയും ജീവിതവും കുടുംബവും ഒന്നും തകർത്തിട്ടില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ അശ്വതിയുടെ അമ്മയെ അറിയാതിരിക്കില്ല. ഞാൻ ആദിത്യവർമ്മയുടെ അനിയൻ അരുൺ. ആദിത്യനോ? ഏതാദിത്യൻ? ഒരമ്മയോട് പറയാൻ ഒരുപാട് പരിമിതികളുണ്ട്. എൻ്റെ മോളെ പോലെ ഞാൻ കരുതുന്ന മോളും അടുത്ത് നിൽക്കുന്നു. എന്തായാലും നിങ്ങളുടെ മകൾ വരുമ്പം പറയണം ആനന്ദ നിലയത്തിൽ ആദിത്യവർമ്മയുടെ പുറകെ ഇനി നടക്കരുതെന്ന്. എൻ്റെ ഏട്ടൻ്റെ ജീവിതം അലങ്കോലമാക്കരുതെന്ന്. മോനെ, എന്റെ മോള് വെറും പാവാ. ഏയ് അല്ല, എല്ലാ അച്ഛനമ്മമാർക്കും സ്വന്തം മക്കൾ വെറും പാവം തന്നെയാ. ഏട്ടന് പണ്ടെങ്ങോ അശ്വതിയുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഏട്ടൻ ഇപ്പോൾ കല്യാണം കഴിച്ച് സമാധാനമായിട്ട് ഒരു കുടുംബമായിട്ട് ജീവിക്കുക. 2 മക്കളുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ വീട്ടുകാർക്ക് മനസ്സിലായി ഈ ഇടയായിട്ട് ഏട്ടൻ്റെ മനസ്സ് മുഴുവൻ ഇവിടുത്തെ അശ്വതിയാണെന്ന്. മോനെ അങ്ങനെയാണെങ്കിൽ മോന്റെ സ്വന്തം ഏട്ടനെയല്ലേ ഉപദേശിക്കേണ്ടത്? ഞങ്ങളുടെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന എന്തിനാ? ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ മകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാ. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വരും. ബഹളം വയ്ക്കാൻ. അപ്പോഴാണ് ബഹളം വയ്ക്കൽ എന്താണെന്ന് നിങ്ങൾ അറിയാൻ പോകുന്നത്. പണ്ട് പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വിവാഹം കഴിക്കണമായിരുന്നു. അല്ലാതെ കാലം കഴിഞ്ഞിട്ട് പഴയ പ്രേമമൊന്നും കൊണ്ടുവരണ്ട. അങ്കിളെ, പ്ലീസ് വെള്ളം വെക്കല്ലേ. ഇല്ല മോളെ, എനിക്ക് പേടിയാവുന്ന അങ്കിളെ. പ്ലീസ് അങ്കിളെ, വഴക്കുണ്ടാക്കണ്ട. വഴക്കിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട അങ്കിളെ. എനിക്ക് അങ്കിളെ നല്ല ഇഷ്ടാ. പക്ഷേ അങ്കിള് വഴക്ക് പറഞ്ഞാൽ ഞാൻ പേടിക്കും. അയ്യോ മോളെ, അയ്യോ മോളെ, മോളെ അത് അങ്കിൾ ഓർക്കാതെ. ഈ മോള് പറഞ്ഞത് കൊണ്ട് ഞാനിപ്പോൾ പോവുക. ഞാൻ പറഞ്ഞതറിയാലോ, ഇനി എന്നെ ഇങ്ങോട്ട് വരുത്താൻ ഇടയാക്കരുത്. മോളെ പേടിക്കണ്ട കേട്ടോ. അങ്കിള് പോവാ. ഇനി ഇപ്പോഴെങ്ങും ഇങ്ങോട്ട് വരില്ല. അമ്മ വരുമ്പോൾ പറയണം അരുൺ എന്നൊരു അങ്കിള് വന്നിരുന്നു എന്ന്. അങ്കിളെ, അങ്കിളിൽ നിന്ന് ഉമ്മ വേണ്ടേ? മോള് ഉമ്മ ചോദിക്കുമെന്ന് അറിയാൻ വേണ്ടിയാ അങ്കിള് മിണ്ടാതെ നടന്നു പോയത്. ശരി മോളെ, അങ്കിള് പൊയ്ക്കോട്ടെ.
വാ മോളെ. അമ്മേ, എന്താ അമ്മേ അങ്കിൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത്? അതാ അങ്കിളിനെ ആള് തെറ്റിയതാ മോളെ. അമ്മ ഉണ്ടെന്ന് പറയാൻ വന്നപ്പോ മുത്തശ്ശി വായ പൊത്തി. മോൾ ആരോടും ഒന്നും പറയാൻ പോണ്ട. ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോന്നേന്ന് കണ്ടറിയണം. എന്താ അമ്മേ? ഒന്നുമില്ലാന്ന് പറഞ്ഞില്ലേ മോളെ. മോളെ, ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഫോൺ തുടരുതെന്ന്. എനിക്ക് കോള് വന്ന് കാണിക്കത്തെന്താ? സോറി അമ്മേ. പോട്ടെ. ആ അങ്കിള് പാവം അങ്കിളാ. പിന്നെന്തിനാ ആ അങ്കിള് നമ്മളെ വഴക്ക് പറഞ്ഞ്? എനിക്കറിഞ്ഞൂടാ. ശ്യാമ, ശബ്ദം പോകുന്നതിന് മുമ്പ് അവസാനമായി കഴിച്ച ഭക്ഷണം ഏതാ? ആ ശ്യാമേ, ബിരിയാണിയാണോ? അല്ലല്ലേ. പാലാണ് കുടിച്ചത്. ഉറപ്പാണല്ലോ. രക്തം പരിശോധിച്ച റിപ്പോർട്ടിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. കെമിക്കൽ സ്വഭാവമുള്ള പച്ചമരുന്ന് രക്തത്തിൽ കലർന്നിട്ടുണ്ട്. അത് ഭക്ഷണത്തിൽ കൂടിയായിരിക്കും കലർന്നിട്ടുള്ളത്. ഒന്നും മനസ്സിലാവുന്നില്ല വൈദ്യരെ. ശ്യാമയുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ ബാധിക്കുന്ന ഒരു മരുന്ന് ശ്യാമയുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ട്. മോനെ, എന്ത് മരുന്നാ ശ്യാമ കഴിച്ചേ? എങ്ങനെയെങ്കിലും കാശ് സമ്പാദിക്കണമെന്നുള്ള ചിന്ത മാത്രമുള്ള കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ഈ ലോകത്ത്. ഞങ്ങളുടെ വൈദ്യമേഖലയിലുമുണ്ട് അങ്ങനെ പണത്തോട് ആർത്തിയുള്ള കുറച്ച് ആൾക്കാർ. അവരിൽ ആരോ ഒരാളാണ് ഇതിൻ്റെ പുറകിലുള്ളത്. പിന്നെ അഖിലിനും ശ്യാമയ്ക്കും ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ലോകത്ത് എല്ലാവർക്കും ആരെങ്കിലൊക്കെ ശത്രുക്കൾ ഉണ്ടാവുമല്ലോ വൈദ്യരെ. ഏതായാലും ശത്രുക്കൾ അവസരം പാർത്തിരിക്കുന്നു എന്ന കാര്യം ഓർമ്മയിൽ വേണം. അപ്പം വൈദ്യരെ, ഈ ശബ്ദം തിരിച്ചിട്ടാണുള്ള മരുന്ന് അതെവിടെ കിട്ടും? ഞാൻ സൂചിപ്പിച്ചല്ലോ ഒരു വൈദ്യരുടെ കാര്യം. അതായത് ശ്യാമയ്ക്ക് വിഷമരുന്ന് കൊടുത്ത വൈദ്യൻ, അയാളുടെ കയ്യിലുണ്ടാവും ഇതിനുള്ള മറുമരുന്ന്. ആ മരുന്ന് കൊടുത്താൽ ചിലപ്പോൾ ഫലം കിട്ടിയേക്കും. ആദ്യം ഇത്തരം കള്ളന്മാരെ പോലീസിൽ ഏൽപ്പിക്കണം. പോലീസിന്റെ സഹായത്തോടെ കള്ളം തെളിയിക്കണം. എന്നിട്ട് മറുമരുന്ന് അവരെ കൊണ്ട് തന്നെ ഉണ്ടാക്കിക്കണം. ഇത്തരം ആൾക്കാരെ കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമാവില്ല. എന്തായാലും ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം വൈദ്യരെ. കുട്ടി ഭയക്കണ്ട. വാസുദേവൻ പറഞ്ഞു കുട്ടി ഒരു വലിയ ഭക്തയാണെന്ന്. ഭക്തി നമ്മളെ സഹായിക്കും. എന്തായാലും എൻ്റെ ചികിത്സ തുടങ്ങാം. പക്ഷേ ഞാൻ പറഞ്ഞ വൈദ്യരുണ്ടല്ലോ, അയാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് പോലീസിനെ കൊണ്ട് എല്ലാം തെളിയിക്കുക. ശരി വൈദ്യരെ. മോളെ വിഷമിക്കണ്ട. മോളെ ദൈവങ്ങൾ കൈവിടില്ല.
സാധിക്കും. മോള് വൈകാതെ സംസാരിക്കും, നോക്കിക്കോ. നമസ്കാരം സാർ. നമസ്കാരം സാറേ. സാറിന്റെ തിരക്കിനിടയിലും എന്നെ കാണാൻ കാണിച്ച വലിയ മനസ്സിന് ആദ്യം നന്ദി പറയുക. അങ്ങനെ പറയാതിരിക്കൂ. മലയാള സിനിമയിലെ വലിയൊരു സംഗീത സംവിധായകനല്ലേ സാറ്. എന്റെ കുട്ടിക്കാലത്ത് ജെയ്ക്ക് സംഗീതം നൽകിയ പാട്ടുകളായിരുന്നു എപ്പോഴും പാടിയിരുന്നത്. യു ആർ എ ജീനിയസ് സർ, ഗ്രേറ്റ് മ്യൂസിക് ഡയറക്ടർ. താങ്കളെ കാണാൻ സാധിച്ചതിൽ ഞാൻ അങ്ങോട്ടാ നന്ദി പറയേണ്ടത്. സത്യത്തിൽ ഇപ്പോ കൃഷ്ണതുളസിയും വേണ്ടതായിരുന്നു. അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. സാറിന്റെ വലിയ ഫാനാണ്. കൃഷ്ണതുളസി ആൽബങ്ങളുടെ നിർമ്മാതാവെന്ന നിലയ്ക്ക് സാറിനെ ഞാൻ കാണാൻ വന്നത്. സാർ, ഞാനൊരു മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡും പരമ്പരാഗത ശൈലിയും കോർത്തിണക്കിയ ഒരു സംഗീതം. സാർ ഒന്ന് കേൾക്കണം. പിന്നെന്താ, തീർച്ചയായിട്ടും കേൾക്കാം. സാർ എങ്ങനെയുണ്ട്? ഒറ്റ വാക്കിൽ പറയാം, അതിഗംഭീരം. ഇനി ഞാൻ സാറിന്റെ മുമ്പിൽ ഒരു അപേക്ഷ വയ്ക്കുക. എന്താ സാർ? താങ്കൾ അടുത്ത് പുറത്തിറക്കാൻ പോകുന്ന കൃഷ്ണതുളസി ആൽബം ഈ മ്യൂസിക് ഉപയോഗിച്ചിട്ടായിക്കൂടെ? ഈ സംഗീതം സാറിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ. സോറി സാർ, സോറി. വിജയമല്ല, കഴിവാണ് അടിസ്ഥാനം എന്നൊക്കെ സാറ് പറഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ തോന്നിയിരുന്നു. ഞാൻ ഔട്ട്ഡേറ്റഡ് ആണല്ലോ അല്ലേ സാർ? അടുത്ത ആൽബത്തിന് പേരുള്ള ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടർ ഫിക്സ് ആയി കാണും അല്ലേ സാർ? ലോകത്തെ ഏത് മികച്ച സംവിധായകൻ ചിട്ടപ്പെടുത്തിയാലും പാടാൻ കൃഷ്ണതുളസിക്കാവില്ല സാർ. മനസ്സിലായില്ല. കൃഷ്ണതുളസിയുടെ ശബ്ദം നിലച്ചോ? അയ്യോ, സാർ എന്തായി പറയുന്നത്? കൃഷ്ണതുളസിയുടെ ശബ്ദം നിലച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്നൊരു ദിവസം രാവിലെ കൃഷ്ണതുളസിക്ക് സംസാരിക്കാൻ പറ്റാതായി സാർ. എന്താണ് സംഭവിച്ചതെന്നറിയില്ല. ഡോക്ടർമാര് കൈയൊഴിഞ്ഞു. ഇല്ല സാർ, കൃഷ്ണതുളസിയുടെ ശബ്ദം ഇല്ലാതാക്കാൻ ഒരു ദൈവത്തിനും സാധിക്കില്ല. അവൾ പാടാൻ വേണ്ടിയാ ഭൂമി വന്നിട്ടുള്ളത്. പാടുക തന്നെ ചെയ്യും. സാറ് സമാധാനമായിരിക്കും, സന്തോഷത്തോടിരിക്കൂ. ഞാൻ പറയുന്ന വാക്കുകൾ എഴുതി വെച്ചോളൂ. കൃഷ്ണതുളസി പാടും. ആ പാടുന്നത് ലോകം കേൾക്കും. സത്യത്തിൽ ഞാൻ അല്പം തളർന്നിരിക്കുകയായിരുന്നു. പക്ഷെ സാറിന്റെ വാക്കുകൾ എനിക്ക് വല്ലാത്ത ധൈര്യം തരുന്നു. ഞാൻ സാറിനെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയല്ല പറഞ്ഞത്, സത്യം പറഞ്ഞതാ. കൃഷ്ണതുളസി പാടും. ഇപ്പൊ പാടുന്നതിലും മധുരമായിട്ട് പാടും. ഞാൻ ഇനിയും വരും, സംസാരിക്കും. കൃഷ്ണതുളസിയുടെ ശബ്ദം തിരികെ കിട്ടിയ ശേഷം. വരട്ടെ സാർ. എഴുതി ഓക്കേ. ഓഫീസിൽ നിന്ന് പോകുന്ന വഴിക്ക് ഇങ്ങോട്ടൊന്ന് കയറാന്ന് കരുതി. അമ്മയെ കണ്ടില്ലേ? ഭാഗ്യത്തിന് കണ്ടില്ല. കണ്ടാൽ ഇനിയും കരച്ചിലൊക്കെ ആവും. ആരും കാണണ്ടെന്ന് കരുതിയാ വന്നത്. എഴുതിയായിരുന്നു എനിക്ക് കാണേണ്ടത്. എന്താക്കി? ശ്യാമയ്ക്ക് എങ്ങനെയുണ്ട്? ശ്യാമയുടെ ചികിത്സ നടക്കുന്നുണ്ട് എഴുതി. കുറച്ച് പ്രതീക്ഷയുണ്ട്. എല്ലാം ശരിയാവോക്കി. നമ്മുടെ കണ്ണീര് ദൈവം കാണാതിരിക്കില്ല. എഴുതി, എനിക്ക് ചില കാര്യങ്ങൾ അറിയണം.
എന്താക്കി? നല്ലൊരു വൈദ്യനാണ് ഇപ്പോൾ ചികിത്സിക്കുന്നത്. ശ്യാമയുടെ ശബ്ദം നഷ്ടപ്പെടാൻ ഒരു സാധ്യത വൈദ്യര് പറഞ്ഞു. ചില പ്രത്യേക തരത്തിലുള്ള കെമിക്കലുകൾ, എന്നുവെച്ചാ അത് ചില വീര്യം കൂടിയ കഷായമോ ചൂർണമോ ഒക്കെ ആവാം. അത് ഭക്ഷണത്തിൽ കലർത്തി കഴിച്ചാൽ ശബ്ദം പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. വൈദ്യൻ ചില സൂചനകളൊക്കെ തന്നു. ശത്രുതയുള്ളവർ ഈ രീതിയിലൊക്കെ ചെയ്യാറുണ്ടത്രേ. ഇതൊക്കെ ചെയ്യുന്ന ചില കപട വൈദ്യന്മാരെ കുറിച്ചും പറഞ്ഞു. ഈശ്വര, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഞാൻ ആലോചിച്ചപ്പോ ശ്യാമ ശബ്ദം പോകുന്നതിന് മുൻപ് അവസാനമായിട്ട് കഴിച്ചത് അത് അമൃതയെടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത പാല. ഈശ്വര, ഈ എടുത്ത് വിഷമിക്കണ്ട. ആ പാലിൽ കൂടിയാണോ വിഷമരുന്ന് ശ്യാമയുടെ ഉള്ളിൽ ചെന്നതെന്ന് അറിയണം. ആ പാല് നേരത്തെ തുറന്ന കവറിൽ നിന്നാണോ തിളപ്പിക്കാനെടുത്തത്, അതോ പുതിയ കവറിൽ നിന്നാണോ? പുതിയ കവറായിരുന്നു ആക്കി. ഞാൻ തന്നെ പൊട്ടിച്ചത്. പാത്രം നന്നായിട്ട് കഴുകി അതിൽ തന്നെ പൊട്ടിച്ചൊഴിച്ചത്. പാല് തിളച്ച് തീരുന്നവരെ എടുത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ലല്ല, ഇടയ്ക്ക് ഞാൻ ടെറസിലേക്കൊന്ന് പോയി. പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് എടുത്ത് ടെറസിലേക്ക് പോയോ? ആ, ഐശ്വര്യ ഒന്ന് പറഞ്ഞു മഴ വരുന്നു, ടെറസിൽ വിരിച്ചിരുന്ന തുണിയൊക്കെ എടുത്തോണ്ട് വരാൻ. ഐശ്വര്യ എടുത്തിയാണോ ടെറസിൽ പറഞ്ഞയച്ച്? അതെ, രാത്രി ആയതുകൊണ്ട് ഐശ്വര്യക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. എന്നോട് പോവാന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പോയി. എന്നിട്ട് ഞാൻ പോയി നോക്കിയപ്പോ തുണിയൊക്കെ നേരത്തെ അമ്മ എടുത്തു കഴിഞ്ഞിരുന്നു. ശ്യാമയുടെ ജീവിതം തകർത്ത ആൾ ആരാണെന്ന് ഏകദേശം തെളിഞ്ഞു വരുന്നുണ്ട്. എടുത്തി ഐശ്വര്യ എടുത്തിയ അല്ല, ഐശ്വര്യ. അവർ ബുദ്ധിപൂർവം എടുത്തിയ അടുക്കളയിൽ നിന്ന് മാറ്റിയതാ. അങ്ങനെ ആയിരിക്കോ? ഈശ്വര, അങ്ങനെയാണെങ്കിൽ അവൾ എത്ര എളുപ്പത്തിലാ എന്നെ പറ്റിച്ചേ. എടുത്തി മാറിയ സമയത്ത് ആ ചതി നടന്നത്. പാവം എടുത്തി ഒന്നും അറിഞ്ഞില്ല. പക്ഷേ അഖി, അതൊരു സംശയമല്ലേ? അതിനൊരു തെളിവ് വേണ്ടേ? ഐശ്വര്യക്ക് ഈ മരുന്ന് എങ്ങനെ കിട്ടി, അതൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? അതൊക്കെ ഇപ്പൊ തന്നെ ഞാൻ അറിഞ്ഞുതരാം. അവരിവിടെ തന്നെ ഉണ്ടല്ലോ എടുത്തി. ആ, മുറിയിലുണ്ട്. ഞാൻ അവരൊന്ന് കണ്ടിട്ട് വരാം എടുത്തി. ഞാനും വരാം. ഏയ് വേണ്ട, ഞാനൊന്ന് കാണട്ടെ, കുറച്ച് സംസാരിക്കാനുണ്ട്. എടുത്തി, അഖി, നീയാണോ? എന്താ ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നി? അത് നല്ല ചോദ്യം. ഇത് എന്റെ വീടല്ലേ എടുത്തി? എനിക്ക് ഏത് സമയം ഇങ്ങോട്ട് വന്നൂടെ? പിന്നെ എന്താന്നറിയില്ല, ഐശ്വര്യ എടുത്തേക്ക് ഒന്ന് കണ്ട് ക്ഷേമാന്വേഷണം നടത്തണമെന്നൊരു തോന്നൽ. ആ, അത് നന്നായി. ആ, പിന്നെ ശ്യാമയ്ക്ക് എങ്ങനെ ഉണ്ടാക്കില്ലേ? ശബ്ദം തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ? എന്ത് പറയാൻ എടുത്തി, ഒരു സാധ്യതയും കാണുന്നില്ല. ഞാനൊരു ജോത്സ്യരെ കണ്ടിരുന്നു എടുത്തി. ജോത്സ്യര് പറഞ്ഞതേ ശ്യാമയെ ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണെന്ന്. കള്ള ജോത്സ്യന്മാരെ ഓരോന്നൊക്കെ പറയും. അതൊന്നും കേട്ട് വിശ്വസിക്കല്ലേ അഖി? ഹേ, എനിക്ക് വലിയ വിശ്വാസമൊന്നും വന്നിട്ടില്ല. എന്നാൽ ഇനി അഥവാ ആരെങ്കിലും ശ്യാമയെ ചതിച്ചിട്ടുണ്ടെങ്കിൽ
അങ്ങനെ ചതിച്ച ആളിനെതിരെ ഞാനൊരു കൂടോത്രം ചെയ്യുന്നുണ്ട്. ചതിച്ച ആളിന്റെ തല പൊട്ടിത്തെറിക്കും.